വെൽക്കം ടു കാസ്ട്രോണ്ടർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് അതിഭീകര കാമുകൻ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ലക്ഷ്മൺ അവരൻ, ദൃശ്യ രഘുനാഥ് എന്നിവരാണ്. പടത്തിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് CC നിതിൻ എൻ്റെ ഗൗതം തണ്ണിയൽ എന്ന് പറഞ്ഞ ഒരാളാണ്. ആൾക്കുള്ള പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് എന്തായാലും തന്നെയാണ് ആള് എന്നാണ് എനിക്ക് തോന്നിയത്. അതെന്താന്ന് പതുക്കെ പറയാം. പടത്തിൻ്റെ മ്യൂസിക് ബിപിൻ അശോക് എന്ന് പറഞ്ഞ ഒരാളാണ്. ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ശ്രീരാം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാളും എഡിറ്റ് ചെയ്തിരിക്കുന്ന അജീഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. പാട്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ ജസ്റ്റ് ആവറേജ്. പടത്തെ പോസിറ്റീവ്സ് പറയാം. പോസിറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ പടത്തിലെ നറേഷൻ മീൻസ് ടൊവിനോ ആണ് ചെയ്തിരിക്കുന്നത്, അത് ശേഷം നൈസായിരുന്നു. പിന്നെ അമ്മ മകൻ മീൻസ് ഐ മീൻ നായകനും അമ്മയായിട്ടുള്ള ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഈ നായികയുടെ എൻഗേജ്മെൻ്റ് എന്ന് നായകൻ വന്നെന്ന് അറിയാമ്പോഴുള്ള സീൻ അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഇതിൽ കോളേജ് ടൂർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം കാണിക്കുന്നുണ്ട്, അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. പിന്നെ പാട്ട് നൈസായിരുന്നു. വിജയം വിജയം നൈസായിരുന്നു എന്ന് ചോദിച്ചാൽ ആവറേജ്. ഫസ്റ്റ് ഹാഫിലൊഴികെ ഇത്രയാണ് പോസിറ്റീവ്സ്. നെഗറ്റീവ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ക്രിഞ്ച് സാധനങ്ങളുണ്ട്, സഹിക്കുന്നതിൻ്റെ അപ്പുറമാണ്. പ്രത്യേകിച്ച് ഒന്ന് ഈ പടത്തിൻ്റെ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്റ്റോറി റിക്കമെൻഡ് കൊടുക്കല്ലേ. ബട്ട് സ്ലൈക മനസ്സിനെക്കാട്ടും ബെറ്ററാണ് സ്റ്റോറി വൈസ് പടം വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ പടത്തിൻ്റെ ഡയറക്ടർ ഞാൻ പറഞ്ഞല്ലോ, ഗൗതം തന്നീൽ. ഞാൻ സീസിനിട്ട് അതിൽ തന്നീൽ എന്ന് പറഞ്ഞ ആൾ തന്നീലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ കിടക്കായിരുന്നു എന്ന് തോന്നിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സെക്കൻഡ് ഹാഫിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതാൻ പറഞ്ഞത് ഇവരാണോ എനിക്ക് അറിയണ്ട. സ്ക്രീൻ പ്ലേ ചെയ്തത് ഇവരാണോ എന്ന് എനിക്ക് അറിയണ്ട. ഇവരാണെങ്കിൽ ഇവർ തന്നീലായി കിടക്കരുതെന്ന് തോന്നുന്നു. കാരണം ഒട്ടുമിക്ക സീൻസും ആകെ ആ ബസ് എന്താണ് കോളേജ് ടൂറിൻ്റെ സീൻസും ഈ നായികയുടെ എൻഗേജ്മെൻറ്റിനൊന്നും ഒന്നെന്ന് പറയണം ഇതിനൊഴികെ ബാക്കി എല്ലാം ഇങ്ങനെ തണ്ണീര് കിടന്നിട്ടാണ് മീൻസ് തണ്ണിയായി കിടന്നിട്ടാണോ ഈ സീൻസൊക്കെ ഇത് വയ്ക്കണേ എന്നൊരു സംശയം. സ്ക്രീൻ പ്ലേ ചേർത്ത് ഇങ്ങനെ എഴുതിച്ച് അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അമ്മാതിരി എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ ക്ലൈമാക്സിലൊക്കെ എത്തിയപ്പോൾ എൻ്റെ പണ്ടാർ മറ്റേ പറയൂടെ ഡയറക്റ്റ് തന്നെ ഡയലോഗ് ഇട്ടിടെ ഇത് തന്ന് ആ ഭാഷയാണ് എന്തോന്നായിരുന്നു, ഇത് മലയാളമൊന്നുമില്ല. ഇത് ജൈവം ജനിക്കുന്നതിന് മുമ്പ് ഇതൊരു കാടാൻ ഭാഷ മുമ്പുള്ള ഏതോ കാടാൻ ഭാഷയെന്നൊക്കെ അതേമാതിരിയാണ് ഇത്. പടമൊന്നുമല്ല, ഇത് ദൈവം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഏതോ ഒരു സാമ്പാറാണെന്നാണ് തോന്നിയത് എന്നാണ് പറയാൻ തോന്നിയത്. കാരണം അമ്മാതിരിയാണ് ക്ലൈമാക്സിലൂടെ എത്തിയപ്പോൾ ഇപ്പോൾ ഇത് വന്നാലും ഒരു ആവറേജ് പടം. എനിക്ക് ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതൊന്നും നടത്താൻ സഹായിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ബസ്.